സോഷ്യൽ മീഡിയയിലെ ട്രോൾ പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മീമുകൾ, നമ്മൾ കണ്ടുമറന്ന ഏതൊക്കെയോ സിനിമകളിൽ നിന്നുള്ള കാഴ്ചയിൽ തന്നെ ചിരിയുണർത്തുന്ന ദൃശ്യങ്ങൾ. ഈ മീമുകൾ ഉണ്ടായത് ഏത് സിനിമയിൽ നിന്നാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ മീമുകളുടെ ഉത്ഭവം എന്ന് നോക്കിയാലോ? കാണാം മീം വന്ന വഴി. ജനപ്രിയ മീമുകൾ ഏറെയുണ്ട്. അവയിൽ മിക്കതും നമ്മൾ ഏറെ തവണ കണ്ട, നമുക്ക് സീൻ ബൈ സീൻ ബൈഹാർട്ടായ സിനിമകളിൽ നിന്നുള്ളവയാകും. നെടുമുടി വേണുവിൻ്റെ എനിക്കൊരു സ്വസ്ഥതയുമില്ല എന്നുള്ള മണിച്ചിത്രത്താഴിലെ മീം മുതൽ ചട്ടമ്പിനാടിലെ സുരാജിൻ്റെ മീമുകളും, അല്ലെങ്കിൽ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ്റെ മീമുകളും, അങ്ങനെ ഒട്ടേറെ മീമുകൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അധികം ആർക്കും പരിചിതമല്ലാത്ത, എന്നാൽ ട്രോളുകളിലൂടെ ഏറെ ജനപ്രിയമായി മാറിയ ചില മീമുകൾക്ക് പിന്നാലെയുള്ള അന്വേഷണമാണിത്. മീം ലോകം അടക്കി ഭരിക്കുന്ന ഒന്നാണ് വിജയരാഘവനും പഴയകാല നടൻ സന്തോഷും മുകേഷും ഒക്കെ ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു മീം. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. വളരെയധികം സന്തോഷത്തിലാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇത് സാധാരണ കണ്ടുവരുന്നത് നമ്മുടെ ട്രോൾ ഇമേജുകളിൽ സ്കൂൾ പെട്ടെന്ന് അവധി ലഭിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടതാരത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുകയോ അതുപോലെയുള്ള സാഹചര്യങ്ങളെ കാണിക്കാനാണ് സാധാരണ ഈ ഒരു രംഗം ട്രോളുകളിൽ ഉപയോഗിച്ച് വരുന്നത്. നമുക്ക് ഈ ട്രോൾ അല്ലെങ്കിൽ ഈ ഒരു രംഗം ഉൾപ്പെടുന്ന സീൻ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇവർക്ക് ഇത്ര സന്തോഷം എന്നറിയണമല്ലോ, കണ്ടു നോക്കാം. അപ്പോൾ അതായിരുന്നു അല്ലേ സംഭവം ഡാൻസ് ഒന്നുമല്ല, മുട്ടൻ അടിയാണ് നടക്കുന്നത്. ഈ അടിക്കിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വിജയരാഘവനും മുകേഷിനും സന്തോഷിനുമൊക്കെ അപ്പുറത്തായിട്ട് വേറെ 2 പേർ കിടന്ന് അടി കൂടുന്നുണ്ട്. നമ്മുടെ ബിഗ് എംസ് മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട്. 1983 പുറത്തിറങ്ങിയ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത പിൻനിലാവ് എന്ന സിനിമയിൽ നിന്നാണ് ഈ രംഗം. സിനിമയുടെ കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, കഥയിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു രസകരമായ വസ്തുത പറയാം. ഈ സിനിമയിലെ ഒരു ഗാനം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഗാനമാണ്. മമ്മൂട്ടി അഭിനയിച്ച ഒരു ഈ ഗാനത്തിൻ്റെ സംഗീതം ഇളയരാജയായിരുന്നു എന്നുള്ള കാര്യവും അധികം പേർക്ക് അറിയാത്ത ഒരു വസ്തുതയാണ്. നമുക്ക് അടുത്ത മീമിലേക്ക് പോകാം. ഒരുപാടിടത്ത് ഉപയോഗിച്ച് കാണുന്ന മറ്റൊരു മീം, ലാലു അലക്സ് ആണ് ഈ മീമിലെ നായകൻ. ലോകത്തൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരുതരം താടിയും മുടിയും എല്ലാം ചേർത്തൊട്ടിച്ച ഒരു സിംഗിൾ പീസ് വിഗ് വെച്ചിട്ട് അടിച്ച് കറങ്ങിയ കണ്ണുകളോടെ ലാലു അലക്സ് നിൽക്കുകയാണ്. വെള്ളമടിച്ച് വിവരക്കേട് പറയുകയോ വെള്ളമടിച്ച് ബോധമില്ലായ്മ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ട്രോളുകളിലാണ് ഈ ഒരു മീം ഉപയോഗിച്ച് കാണുന്നത്. 1988 കെ മധുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമായിരുന്നു മൂന്നാം മുറ. കേന്ദ്രമന്ത്രി അടങ്ങുന്ന ഒരു സംഘം ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നതും ബന്ദിയാക്കുന്നതും പോലീസ് രക്ഷാദൗത്യത്തിലൂടെ അവരെ മോചിപ്പിക്കുന്നതുമൊക്കെയായിരുന്നു ചിത്രത്തിൻ്റെ കഥ. മോഹൻലാൽ അവതരിപ്പിച്ച ഇതിലെ നായകനായ അലി ഇമ്രാൻ എന്ന കഥാപാത്രത്തിൽ നിന്നും ആരാധകർ ഒരുപാടുണ്ട്. കഥയിലേക്ക് കടക്കുന്നില്ല, നമുക്ക് മീം വന്നത് എവിടെ നിന്നാണെന്ന് കാണാം. നാളെയാണ് അവർ യാത്ര പുറപ്പെടുന്നത് അല്ലേ? കിഡ്നാപ്പിംഗ് ടീമിന് നേതൃത്വം നൽകുന്ന കൊടൂര വില്ലനായ ചാൾസ് ആണ് ഈ സിനിമയിൽ ലാലു അലക്സ്. ലാലു അലക്സിനൊപ്പം വില്ലൻ സെറ്റപ്പിൽ തന്നെ ബാബു ആന്റണിയും മുകേഷും ഒക്കെയുണ്ട്. ലാലു അലക്സിൻ്റെ ചിരിക്കുന്ന മുഖത്തോടെയുള്ള മറ്റൊരു മീമും ഇതേ ചിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണാറുണ്ട്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തമാശകൾ പറയുന്ന, അത്തരം തമാശകൾ കേട്ട് ചിരിക്കുന്ന, പഴയകാലത്തിൻ്റെ വസന്തം എന്നൊക്കെ പറയുന്ന അത്തരം ട്രോളുകളിലാണ് ഇത് കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത്. ഈ ചിരി വന്ന വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ കെട്ടിടത്തിന് ചുറ്റും പലയിടത്തായി ബോംബുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഓരോ ബോംബായി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ച് കാണിക്കുകയാണ്. ആ പൊട്ടിച്ച് കാണിക്കുന്ന സമയത്തുള്ള ഭീകരമായ വില്ലൻ ചിരിയാണ് നമ്മൾ വളരെ നിഷ്കളങ്കമായ ഒരു ചിരിയായി ഇപ്പോൾ ട്രോളുകളിൽ ഉപയോഗിക്കുന്നത്. അർത്ഥം മാറുന്ന വഴി കണ്ടില്ലേ? അടുത്ത മീമിലേക്ക് പോകാം. മറ്റൊരു ജനപ്രിയ മീമാണ് മലയാള സിനിമയുടെ കാരണവർ ശങ്കരാടി അത്ഭുതപ്പെട്ട് പേടിച്ച് ഭയപ്പെട്ട് വല്ലാതെ ഞെട്ടി നിലവിളിക്കുന്ന ഈ ഒരു ചിത്രം. ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകൾക്കാണ് സാധാരണ ഈ മീം ഉപയോഗിച്ച് കാണുന്നത്. പെട്രോൾ ഗ്യാസ് വില കൂട്ടി അതുപോലെയുള്ള പെട്ടെന്ന് വരുന്ന വാർത്തകൾക്കാണ് സാധാരണ ഈ മീം ഉപയോഗിച്ച് കാണുന്നത്. ഇത് ഏത് ചിത്രത്തിൽ നിന്നാണ് ഈ രംഗം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളിലൊന്നാണ് 1989 പുറത്തിറങ്ങിയ പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം എന്ന ചിത്രം. MT വാസുദേവൻ നായരുടെ തൂലികയിൽ വിരിഞ്ഞ ഈ മനോഹരമായ ചിത്രത്തിൽ
നായിക ആദ്യ ഭാഗത്ത് തന്നെ വെടിയേറ്റ് മരിക്കുകയാണ്. നായികയുടെ വീട്ടിലെ കാര്യസ്ഥൻ അല്ലെങ്കിൽ ജോലിക്കാരൻ്റെ വേഷത്തിലാണ് ശങ്കരാടി എത്തുന്നത്. മുകളിലത്തെ മുറിയിൽ നിന്നും വെടിയൊച്ച കേട്ട് ഓടി മുകളിലെത്തി മുറി തുറന്ന് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന നായികയെ കാണുന്ന ശങ്കരാടിയുടെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഭയവും വെപ്രാളവും ഒക്കെ ചേർന്ന ആ എക്സ്പ്രഷനാണ് നമ്മൾ ഈ മീമിൽ കാണുന്നത്. അടുത്ത മീമിലേക്ക് പോകാം. തുറക്കാൻ പറ്റാതെ പാതി അടഞ്ഞ കണ്ണുകളുമായി തിലകൻ നിൽക്കുന്ന ഈ മീം നമുക്ക് ഏറെ പരിചിതമാണ്. മിക്കപ്പോഴും ഉറക്കളച്ചിരിക്കുന്ന അത്തരം കഥകൾ പറയുന്ന ട്രോളുകളിലാണ് ഈ മീം ഉപയോഗിച്ച് കാണുന്നത്. 1989 പുറത്തിറങ്ങിയ നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാം എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ രംഗം. വിജയ് തമ്പിയുടെ സംവിധാനത്തിൽ വന്ന ഈ ചിത്രം രചിച്ചത് രഞ്ജിത്താണ്. രഞ്ജിത്തിൻ്റെ ആദ്യകാലത്ത് ഇത്തരത്തിൽ ഒരുപാട് ഗ്രാമീണമായ ചിത്രങ്ങളും രചിച്ചിട്ടുണ്ട്. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ രഞ്ജിത്താണ് എഴുതിയത് എന്ന് ഒരുപക്ഷെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് മീമിലേക്ക് പോകാം. തൻ്റെ ഏക മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞ് വിഷമത്തിലിരിക്കുന്ന MRCയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനായി ഇൻസ്പെക്ടർ അബു ഹസൻ വരുന്ന രംഗമാണ്. MRC എന്ന് പറയുന്നത് ആൾ പക്ക ഉടായ്പ ടീമാണ്. ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് താൻ മകളുടെ ആ ഒരു തട്ടിക്കൊണ്ടുപോകലിൽ ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് കാണിക്കാനായി ഇൻസ്പെക്ടർ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ MRC നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുക്കളയിലേക്ക് ചെന്ന് അവിടെ നിന്നും സവാളയും കൊച്ചുള്ളിയും ഒക്കെ എടുത്ത് കണ്ണിൽ പുരട്ടി വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്ന ആ ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതേ സിനിമയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ സീനിൽ നിന്ന് തന്നെയുള്ള തൊട്ടടുത്ത ഒരു ഷോട്ടും മീമായിട്ട് ഉപയോഗിച്ച് കാണാറുണ്ട്. തിലകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗവും. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിലെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. ജഗദീഷ് ശ്രീകുമാറിന്റെ പോലീസ് വേഷത്തിലുള്ള മറ്റൊരു ജനപ്രിയ മീമും ഈ ചിത്രത്തിൽ നിന്ന് തന്നെയുണ്ട്. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നേ? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? നഗരം ആദ്യമായി കാണാനെത്തുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാനായി ശ്രീനിവാസനും കൂട്ടുകാരൻ രാമചന്ദ്രനായി ജയറാമും അഭിനയിച്ച ഈ ചിത്രം ഇന്നും ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ തന്നെയുണ്ട്.